രീതിയിൽ ഈ ഉമ്മത്തിനെ നിലനിർത്താൻ വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ എന്ന മഹാപ്രസ്ഥാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ആ കന്യാകുമാരി ഉൾക്കൊള്ളുന്ന തമിഴ്നാട് എന്ന് പറയുന്ന പ്രദേശത്തെ മഹാരഥന്മാരായ ധാരാളം പണ്ഡിതന്മാർ സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രവർത്തനങ്ങളോടും അതിന്റെ മഹത്തായ പാതയോടുമൊക്കെ എല്ലാ നിലക്കും അനുഗമം പുലർത്തുന്ന ആളുകളാണ്. ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. ബഹുമാനപ്പെട്ടവരെ ഈ സംഘാടക സമിതിക്ക് വേണ്ടി വളരെ ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവരുടെ പിതാവിലൂടെ കൈമാറി വന്ന വിശുദ്ധമായ ഇസ്ലാമിന്റെ ശൃംഖല കേരളത്തിൽ നിന്ന് അറ്റുപോകാതെ ഇവിടെ നിലനിർത്തുക എന്ന വലിയ ദൗത്യമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ എന്ന മഹാപ്രസ്ഥാനം ഈ കാലമത്രയായിട്ട് നിർവഹിച്ചു വന്നിട്ടുള്ളത്. ഈ 100 വർഷക്കാലത്തെ സമസ്തയുടെ പ്രവർത്തനത്തിൽ 2 പ്രധാനമായ പ്രവർത്തനങ്ങൾക്ക് സമസ്ത നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നിവിടെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധമായ നമ്മുടെ ആദർശമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശുദ്ധമായ ആശയങ്ങൾ ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ എന്ന മഹാപ്രസ്ഥാനം ആഹോരാത്രം പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ആ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ വിളംബരം ചെയ്തതിന്റെ പേരിൽ ധാരാളം പ്രതിസന്ധികൾ നേരിടേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ മഹാരഥന്മാരായ ഇതിന്റെ സ്ഥാപക നേതാക്കന്മാരായ മഹത്തുക്കളായ പണ്ഡിതന്മാർക്കുണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലുമായി മഹാനവരുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്കത് കൃത്യമായി കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ സ്ഥാപക നേതാക്കന്മാരിൽ വളരെ പ്രമുഖനായ ബഹുമാനപ്പെട്ട ശൈഖുനാ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവരുടെ ചരിത്രത്തിൽ അത് വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ താനൂർ കർസ് നടത്തുന്ന കാലത്ത് ബഹുമാനപ്പെട്ടവരെ തിരൂരങ്ങാടിയിലേക്ക് ഒരു ആദർശ പ്രഭാഷണ പ്രബോധനത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടു. മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ തിരൂരങ്ങാടിയിലേക്ക് വരുന്നുണ്ടെന്ന വാർത്ത അറിഞ്ഞപ്പോൾ അവിടുത്തെ വിദഗ്ധർ ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദിനോട് പ്രസംഗിപ്പിക്കാൻ പാടില്ല, പാങ്ങിൽ ഉസ്താദിനെ തിരൂരങ്ങാടിയിൽ കാല് കുത്തിക്കാൻ അനുവദിക്കുകയില്ല. അതിനു വേണ്ടി ഗൂഢമായ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി നടത്തി. ഇന്നും ഈ സമുദായത്തിന്റെ ഉള്ളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ തന്ത്രപരമായി വിദഗ്ധരെ കടന്നുകൂടുന്നത് പ്രവർത്തനം ഇന്നലെ തുടങ്ങിയതല്ല. ബഹുമാനപ്പെട്ട മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അന്ന് പ്രബോധന പ്രസംഗത്തിന് വേണ്ടി മമ്പുറത്തേക്ക് തിരൂരങ്ങാടിയിലേക്ക് വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്തോ ഒരു വിദ്വേഷ പ്രസംഗം നടത്താൻ വരുന്നു, കലാപമുണ്ടാക്കാൻ വരുന്നു, കലഹങ്ങൾ ഉണ്ടാക്കാൻ വരുന്നു എന്ന രീതിയിൽ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ട ഭരണാധികാരികൾക്ക് വളരെ മോശമായ അസത്യമായിട്ടുള്ള സന്ദേശങ്ങൾ കൈമാറി. മാത്രമല്ല അവിടുത്തെ പാവങ്ങളായ നിഷ്കളങ്കരായ 100 കണക്കിന് വരുന്ന ജനങ്ങളെ കൊണ്ട് അവിടുത്തെ ജനങ്ങളെ കൊണ്ട് ഒരു ഫോമിൽ അവർ പേര് എഴുതി ഒപ്പിടിച്ചു. എല്ലാവരും ഒപ്പിട്ട് കൊടുത്തു. സുബ്ഹാനല്ലാഹ്. മഹാനായ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു വരുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ കേന്ദ്ര മുശാവറ അംഗം, സമസ്തയുടെ അഭിനന്ദനായ ഉപാധ്യക്ഷൻ, ബഹുമാനപ്പെട്ട ഒരുപാട് ഉസ്താദന്മാരുടെ ഉസ്താദായ ആദരണീയനായ ശൈഖുനാ കോട്ടുമൽ ഉസ്താദ് അവர்கள் കടന്നു വരുന്നു. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആയുരാരോഗ്യം അവർക്ക് പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ശൈഖുനാ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവിടെ പ്രസംഗിക്കാൻ വന്നപ്പോൾ അവിടെ ജനങ്ങൾ തടഞ്ഞു വെച്ചു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ പോലീസുകാർ തടയുകയാണ്. മഹാനായ പാങ്ങിൽ ഉസ്താദിനെ തടഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ തടയാനുള്ള കാരണം? അവർ പറഞ്ഞു, ഇദ്ദേഹം ഇവിടെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇവിടെ വിദ്വേഷങ്ങൾ ഉണ്ടാകും, കലാപങ്ങൾ ഉണ്ടാകും, കലഹങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും എന്ന് ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദിനെ പറ്റി പറയുക മാത്രമല്ല, ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദിനെതിരെ 100 കണക്കിന് വരുന്ന ജനങ്ങൾ ഇവിടെ പ്രസംഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള കടലാസ് അവർ ഉദ്യോഗസ്ഥന്മാർ അവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു. ആ സമയത്ത് ജനങ്ങൾ അന്തം വിട്ടു
കടന്നുപോയി. അവർക്ക് വളരെ പരിചയമുള്ള മഹാനായ പാങ്ങിൽ ഉസ്താദിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നൂറുകണക്കിന് വരുന്ന ആളുകളുടെ പേരിൽ കാണുന്നുണ്ട്. അങ്ങനെ അന്വേഷിച്ചപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങളാരും പാങ്ങിൽ ഉസ്താദ് ഇവിടെ വരണ്ട എന്ന് പറഞ്ഞ് ഒപ്പിട്ടുകൊടുത്തിട്ടില്ല. ഞങ്ങളാരും പാങ്ങിൽ ഉസ്താദ് ഇവിടെ പ്രസംഗിക്കരുത് പറഞ്ഞ് തടസ്സമാകുമെന്ന് പറഞ്ഞ് ഒപ്പിട്ടുകൊടുത്തിട്ടില്ല. ഞങ്ങളോട് ആവശ്യപ്പെട്ടത് മമ്പറം മഖാമിലേക്ക് പോകാൻ അവിടെ ഒരു വഴിയുടെ പാലത്തിന്റെ ആവശ്യമുണ്ട്. ആ പാലം നിർമ്മിക്കാൻ ഇവിടുത്തെ ഗവൺമെന്റിന് ഒരു മെമ്മോറണ്ടം കൊടുക്കണം, ഒരു നമുക്ക് അവരെ അറിയിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളോട് ഒപ്പിടാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഒപ്പിട്ടത്. അങ്ങനെ വ്യാജമായ ആളുകളെ വഞ്ചിച്ചുകൊണ്ട് അന്നത്തെ തിരൂരങ്ങാടിയിലെ മുജാഹിദിന്റെ സമുന്നതന്മാരായ നേതാക്കന്മാർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശുദ്ധമായ ആശയത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച ആളുകളെ വഞ്ചിച്ചുകൊണ്ട് ഒപ്പിട്ടു. അവര് പറഞ്ഞു, മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഇവിടെ പ്രസംഗിക്കാതെ മഹാനവറുകൾ മടങ്ങിപ്പോകാൻ ഞങ്ങൾ അനുവദിക്കുന്നതല്ല. ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഇവിടെ പ്രസംഗിക്കാതെ പോകണമെങ്കിൽ ഞങ്ങളുടെ ജീവൻ ഇവിടെ നഷ്ടപ്പെടേണ്ടി വരും. ഇന്നും നമുക്ക് പറയാനുള്ളത്, പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏത് അറ്റം വരെ പോകാനും സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ പ്രവർത്തകന്മാരായ നമ്മൾ സന്നദ്ധമാണ് എന്ന് ഈ മഹാനഗരം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്തയുടെ വിശുദ്ധമായ പാന്താവിനെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിനെ വളരെ പ്രയാസങ്ങൾ സഹിച്ച് അന്ന് സമസ്ത കേരള ജംഇയ്യത്തിനെ വളർത്തിക്കൊണ്ടുവന്നു. അന്ന് വിദഅത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ ഒഴിഞ്ഞും തെളിഞ്ഞുമാണ് പലരും പ്രബോധനം നടത്തിയത്. ഇന്ന് അത് പരസ്യമായി വന്നൊരു കാലഘട്ടമാണ്. എല്ലാ ഇടങ്ങളിലും വിദഅത്തിന്റെ സ്വാധീനം ഉണ്ടാക്കാനുള്ള തെളിഞ്ഞ ശ്രമങ്ങൾ, തന്ത്രപരമായ നീക്കങ്ങൾ ഈ പുതിയ ലോകത്ത് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നവരും നിരന്തരമായി അറിയുന്നവരും വായിക്കുന്നവരുമാണ്. മാത്രമല്ല, ഇവിടുത്തെ സുന്നി പള്ളികളെ സംബന്ധിച്ച്, സുന്നി പണ്ഡിതന്മാരെ സംബന്ധിച്ച്, സുന്നി പള്ളികൾ ഇമാമായി നിൽക്കുന്നവരെ സംബന്ധിച്ച് അവര് കാഫിരീങ്ങളാണെന്നും അമ്പലത്തിലെ പൂജാരിമാരോട് സമാനമായിട്ടുള്ള ആളുകളാണെന്നും പരസ്യമായി ഈയിടെ എടുത്താണ് കേരളം കേട്ടത്. ഈ കേരളം കേട്ട വാർത്തയാണ്. ഇതൊരു ആരെങ്കിലും കുറ്റപ്പെടുത്താൻ നമ്മൾ പറയുന്ന ഒരു വാക്കല്ല. നമ്മുടെ കൈവശമുള്ള മൊബൈൽ ഫോണിൽ നമ്മൾ യൂട്യൂബ് സെർച്ച് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണം എന്നും അവൈലബിൾ ആണ്. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കാം, ഈ കുഫ്രിയത്ത് എന്ന് പറഞ്ഞ് നമ്മൾ ആക്ഷേപിക്കുന്നവരിലേക്ക് ഈ ഉമ്മത്തിന്റെ മക്കളെ വിട്ടുകൊടുക്കാൻ ഒരിക്കലും നമ്മൾ തയ്യാറില്ല. എല്ലാവരെയും വിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പരിശുദ്ധമായ പാന്താവിൽ നിലനിർത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആദരണീയനായ കോഴിക്കോട് ഖാദി ബഹുമാന്യനായ അബ്ദുൽ നാസർ ശിഹാബ് തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിന് വളക്കൂറുള്ള മണ്ണായി 95% വരുന്ന കേരളത്തിലെ മുസ്ലിമീങ്ങളെ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശത്തിൽ നിലനിർത്താൻ സമഗ്രമായ പ്രവർത്തനങ്ങളാണ് ഈ 100 വർഷക്കാലമായി സമസ്ത പ്രധാനമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റും നമുക്കറിയാം, വിദ്യാഭ്യാസ രംഗത്തുള്ള വളരെ പ്രബോധന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നിന്ന് നിയന്ത്രിച്ചുകൊണ്ട് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ വളരെ ക്രിയാത്മകമായി, ശാസ്ത്രീയമായി, വളരെ കൃത്യമായി സമസ്ത കേരള ജംഇയ്യത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് യാതൊരുവിധ ആശങ്കയുമില്ലാതെ പറയാൻ കഴിയും. ഇന്ന് 11,080 പരം വരുന്ന മദ്രസ സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുകയാണ്. ഇവിടെ കൂടിയിട്ടുള്ളവർ ഒരുപാട് മുഅല്ലിമീങ്ങളുണ്ടല്ലോ, അഭിബന്ധരായ മുഫദ്ദിശന്മാരുണ്ട്, മുജബ്ബിദന്മാരുണ്ട്. സമസ്തയുടെ വിവിധങ്ങളായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വ്യത്യസ്തമായ മേഖലയിൽ നേതൃത്വം നൽകുന്നവർ ഇവിടെയുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെ ഗ്രാമത്തിലുള്ള മദ്രസകൾ വളരെ കൃത്യമായി ചലിപ്പിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി സേവനം ചെയ്യുന്ന ധാരാളം ഉമറാക്കൾ ഈ സദസ്സിലുണ്ട്. അങ്ങനെ വലിയൊരു വ്യൂഹം ഒന്നിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വളർത്തുകയാണ്. നമ്മൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഇന്ന് കേരളത്തിൽ നിന്ന് മാത്രമല്ല, ലോകത്ത് തന്നെ സമസ്തയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഏറെ കൂടുതൽ അഭിമാനിക്കുന്നവരും സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ വിദ്യാഭ്യാസപരമായ സൗകര്യങ്ങൾ അനുഭവിക്കുന്നവരുമാണ് മലപ്പുറം ജില്ലക്കാരായ നമ്മള്. ഈ മലപ്പുറം ജില്ലയിൽ ബഹുമാനപ്പെട്ട പറവണ്ണ ഉസ്താദ് ഉറങ്ങുന്നത് അല്ലാഹു തആല ദറജ ഉയർത്തി കൊടുക്കട്ടെ. ആദ്യമായി മദ്രസ സംവിധാനം ഉണ്ടാക്കാൻ ഫണ്ട് കൊടുത്തുകൊണ്ട് മുന്നോട്ട് വന്ന മഹാരഥന്മാർ, ആദ്യത്തെ മദ്രസ നിർമ്മിക്കാൻ വേണ്ടി നേതൃത്വം നൽകിയ മഹത്തുക്കളായ ആളുകൾ അന്തിയിറങ്ങുന്ന ജില്ലയാണ് നമ്മുടെ മലപ്പുറം ജില്ല. അൽഹംദുലില്ലാഹ്, മഹാരഥന്മാരായ ഒരുപാട് സാധാർത്ഥികളുടെ അനുഗ്രഹീതമായ നേതൃത്വമുള്ള ജില്ലയാണ് നമ്മുടെ ഈ മലപ്പുറം ജില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ പ്രധാനമായിട്ടുള്ള നേതൃപദവിയിൽ ഒരുപാട്
സാന്നിധ്യമുള്ള മലപ്പുറം ജില്ല ഈ കാലത്തും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹാപ്രസ്ഥാനത്തിന് എന്നും ശക്തി പകരുന്ന ജില്ലയാണ് എന്നുകൂടെ ഈ സ്വീകരണ സമ്മേളനം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കേവലം ഓരോ നാട്ടിലും മദ്രസ ഉണ്ടാക്കുകയില്ല. ഒരു നാട്ടിൽ മദ്രസയ്ക്ക് വേണ്ടി സ്ഥലമെടുത്തെന്ന് പറയുമ്പോൾ അവിടെ ചെന്ന് നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ മദ്രസ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ നേതാക്കന്മാർ പോയി ആരോടും അവകാശപ്പെടാറില്ല. ആ നാട്ടിലുള്ള ഗ്രാമത്തിലുള്ള ആളുകൾ ഒരുമിച്ച് കൂടി തീരുമാനിക്കും ഇതേത് സിലബസിന്റെ ഭാഗമാക്കണം. അങ്ങനെ അവർ തീരുമാനിക്കുന്നു അത് സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള മദ്രസയാക്കി മാറ്റണമെന്ന്. അൽഹംദുലില്ലാഹ് അങ്ങനെ വന്ന് ഒന്നിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് 11,080 പരം വരുന്ന മദ്രസ സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മദ്രസയുടെ അകത്തളത്തിൽ വെച്ച് കേവലം ഇസ്ലാമികമായ കർമ്മശാസ്ത്രങ്ങളുടെ ബാലപാഠങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല, അവർക്ക് നിസ്കാരം പഠിപ്പിക്കലോ കർമ്മശാസ്ത്രം പഠിപ്പിക്കലോ ഇസ്ലാമികമായ മറ്റുള്ള വിജ്ഞാനങ്ങൾ പഠിപ്പിക്കൽ മാത്രമല്ല, ഒരു മഹാസംസ്കാരത്തിനെ വളർന്നു വരുന്ന പിഞ്ചുമക്കളുടെ മാനസാന്തരങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന വളരെ കൃത്യമായ പ്രവർത്തനമാണ് സമസ്ത നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ ബോർഡ് പിറവിയെടുത്ത് ഈ കാലമത്രയായിട്ടും ഇന്നുവരെ സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസിലെ ഏതെങ്കിലും ഒരു പാഠഭാഗത്ത് ഈ രാജ്യത്തിന്റെ പ്രയാസമുണ്ടാക്കുന്ന, ഇവിടുത്തെ മറ്റു മതവിശ്വാസികൾക്ക് പ്രയാസമുണ്ടാക്കുന്ന, ഇവിടുത്തെ ഏതെങ്കിലും മതവിശ്വാസികളുടെ അവരുടെ മത ആചാര അനുഷ്ഠാന കർമ്മങ്ങളെ കൊച്ചാക്കി കാണിക്കുന്ന ഒരു വാക്ക് പോലും നമ്മുടെ മദ്രസയുടെ സിലബസിലില്ല എന്നത് നമ്മൾ പറയുകയില്ല. എല്ലാം അന്വേഷിച്ച് എല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടി നടക്കുന്ന പുതിയ ലോകത്ത് ഇന്ന് വരെ ഒരുപാട് ആക്ഷേപങ്ങൾ ഈ ഉമ്മത്തിനെതിരെ വന്നപ്പോഴും സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള ഒരു മദ്രസയിലെ ഏതെങ്കിലും ഒരു പാഠഭാഗത്ത് ഈ രാജ്യത്തിന്റെ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമായിട്ടില്ല. അതുപോലെ തന്നെ ദീനീബോധമുള്ള ഒരു തലമുറയെ ഈ നാട്ടിൽ വളർത്തിയെടുക്കുന്നതിൽ നിർണായകമായ പങ്ക് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഉയർന്നു നിൽക്കുന്ന മദ്രസകളെ കൊണ്ട് സാധ്യമായിട്ടുണ്ട് എന്നത് ഒരു സത്യമാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാമല്ലോ ഒരുപാട് വേണ്ടാത്തരങ്ങളുടെ കള്ളുകുടികളും അതുപോലെ തന്നെ മറ്റു ലഹരികളും ഒക്കെ വ്യാപകമായി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ അതൊക്കെ വ്യാപകമായി നടക്കുമ്പോഴും അതൊന്നും പാടില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുന്ന ഒരു വലിയ വ്യൂഹത്തെ ഈ സമുദായത്തിന് വേണ്ടി സമർപ്പിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മദ്രസ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന കാര്യം തർക്കമില്ലാത്ത വിതർക്കിതമായിട്ടുള്ള വിഷയമാണ്. നിങ്ങൾ നോക്കൂ, നമുക്കറിയാമല്ലോ, നമ്മൾ പലപ്പോഴും പറയാനുള്ള സംഗതിയാണ്, നമ്മുടെ മദ്രസയിലെ 3-ാം ക്ലാസ്സിലെ ഒരു പാഠഭാഗത്ത് അയൽവാസിയോട് എങ്ങനെ പെരുമാറണം, ഇവിടുത്തെ മറ്റു മതവിശ്വാസികളുടെ ആരാധനാലയങ്ങളെ എത്രമേൽ എങ്ങനെയാണ് ആദരിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അതോടൊപ്പം നമ്മുടെ വിശുദ്ധമായ പാരമ്പര്യമായ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ നമ്മുടെ ചെറിയ മക്കളുടെ ഇളം മനസ്സുകളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന വളരെ കൃത്യമായ പ്രവർത്തനങ്ങൾ അൽഹംദുലില്ലാഹ് സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള മദ്രസ സംവിധാനത്തിൽ നമ്മൾ നടത്തുകയാണ്. ഞാൻ പറയുന്നത് സാംസ്കാരികമായി ഈ രാജ്യത്തെ ബഹുശ്രദ്ധ ഉൾക്കൊള്ളുന്ന വിഷയത്തിൽ, അധാർമികമായ പ്രവർത്തനം പിന്മാറുന്ന വിഷയത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിച്ച വിശുദ്ധമായ ആദർശത്തിന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഒരു ഉമ്മത്തിനെ നമ്മുടെ മദ്രസ സംവിധാനങ്ങളിലൂടെ നമ്മൾ വളർത്തിക്കൊണ്ടുവരികയാണ്. നിങ്ങൾ നോക്കൂ, എത്രയോ പള്ളി ദർസുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ മഹാരഥന്മാരായ സ്വഹാബത്തുൽ കിറാമും താബിഈകളായ ആളുകളിലൂടെ കൈമാറുന്ന ദർസി പാരമ്പര്യം വളരെ കൃത്യമായി നിലനിൽക്കുകയാണ്. ഈ മലപ്പുറം ജില്ലയിൽ തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന 100-ലധികം വരുന്ന വിദ്യാർത്ഥികൾ മുത്തഅല്ലിമീങ്ങളായിട്ടുള്ള ദർസ് ഇവിടെ ഉണ്ടല്ലോ. സമസ്തയുടെ കേന്ദ്ര മുശാവറ അംഗങ്ങളായ ബഹുമാനപ്പെട്ട സി.കെ. അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ് അവരുകൾ, ഈയിടെയെടുത്തായി സമസ്തയുടെ പുതിയ മുശാവറ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട ഗഫൂർ ഉസ്താദ് അവരുകൾ, ഇതിന്റെ തൊട്ടടുത്തുള്ള വിളിപ്പാടകലല്ല ആലത്തൂർ പഠിക്കുന്ന ദർസ് 100-ൽ പരം വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കുകയാണ്. ആ പാരമ്പര്യമായ സംവിധാനം ഒരുപാട് മതബൗദ്ധിക കലാലയങ്ങൾ നമ്മുടെ നാട്ടിൽ സമസ്തയുടെ കീഴിൽ തന്നെ പ്രവർത്തിക്കുമ്പോൾ ദർസ് സംവിധാനങ്ങൾക്ക് ഒരു പരിധിവരെ മങ്ങലേൽപ്പിക്കാതെ അതിനെ കാത്തു സൂക്ഷിക്കുവാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നും മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് പുതിയ കാലത്തും 100 കണക്കിന് വരുന്ന മുത്തഅല്ലിമീങ്ങളുള്ള ദർസുകൾ പ്രവർത്തിക്കുന്നത്. ഇവിടെ നിന്ന് തൊട്ടപ്പുറത്തേക്ക്
പോയ നേരത്തെ പറഞ്ഞ കോടങ്ങാട് അൻവർ ഉസ്താദിന്റെ ദർസ്, അവിടെയും 100 കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്നു. ആ ദർസിൽ മതപഠനം മാത്രമല്ല, ഭൗതികമായ പഠനങ്ങൾക്കുള്ള സൗകര്യമുണ്ട്. ആധുനിക സജ്ജീകരണങ്ങളോട് കൂടെയുള്ള ധാരാളം സംവിധാനങ്ങളോട് കൂടെ പ്രവർത്തിക്കുന്ന ധാരാളം പള്ളി ദർസുകൾ ഇന്ന് നമ്മുടെ മലപ്പുറം ജില്ല ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ വിവിധങ്ങളായ ഭാഗത്ത് വളരെ കൃത്യമായി പ്രവർത്തിക്കുകയാണ്. നമ്മൾ പല മഹല്ലുകളുടെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ 100 കണക്കിന് വരുന്ന ഭൂമികൾ, ഏക്കർ കണക്കിന് വരുന്ന സ്ഥലങ്ങൾ, മനോഹരമായ കെട്ടിടങ്ങൾ, പള്ളി ദർസുകൾക്ക് വേണ്ടി സംഭാവന ചെയ്ത ഒരുപാട് ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നും പല പള്ളി ദർസുകൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പള്ളി ദർസിന് വേണ്ടി മാത്രം കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള വലിയ വലിയ സമ്പാദ്യങ്ങളുള്ള സംവിധാനങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഈ ഉമ്മത്തിന്റെ സാമ്പത്തികമായ സൗകര്യങ്ങളെ സമുദായത്തിന്റെ നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. പ്രിയമുള്ളവരെ, ഉമറാഹിന് ചേർന്ന് നിൽക്കുന്നതിനോട് കൂടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഉമറാഹ് ഈ വിഷയത്തിലേക്ക് സന്നദ്ധരാകണമെങ്കിൽ അവർ ഇതിന്റെ പ്രാധാന്യം പറഞ്ഞു പഠിപ്പിക്കാൻ ഇവിടെ ആലിമീങ്ങളുടെ സാന്നിധ്യം വേണം, ഇവിടെ സാദാത്തി നേതൃത്വം വേണം. ആ സാദാത്യങ്ങളും ഉലമാക്കളും പറയുന്നതനുസരിച്ച് ഇവിടുത്തെ ഉമറാക്കൾ പ്രവർത്തിക്കുമ്പോഴാണ് ഇവിടുത്തെ പള്ളി ദർസുകളും ഇവിടുത്തെ മദ്രസ സംവിധാനങ്ങളും ഇവിടുത്തെ അറബി കോളേജുകളും വളർന്നു വരുന്നത്. നമ്മൾ നിൽക്കുന്ന ഈ ജില്ലയിലല്ലേ മലബാറിൽ ഒരു വാക്കിയാത്ത് വേണമെന്ന് പറഞ്ഞ് വാസഗീതങ്ങളോട് അവിടെ പഠിക്കുന്ന മക്കൾ പറഞ്ഞപ്പോൾ ഉയർന്നു വന്ന സംവിധാനമാണ് പട്ടിക്കാട് ജാമിഅ അറബി കോളേജ്. തത്തുല്യമായിട്ടുള്ള ധാരാളം നമ്മുടെ സ്ഥാപനങ്ങൾ, ഈ ദർസ് സംവിധാനങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹാപ്രസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലായി മുന്നോട്ട് പോകുന്ന സ്ഥാപനങ്ങളാണ്. അൽഹംദുലില്ലാഹ്, ആ ഒരു പാരമ്പര്യ തനിമ നിലനിർത്തി മുന്നോട്ട് പോകാൻ സർവശക്തനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറയുന്നത് കേവലം ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി അതിനൊരു പ്രസിഡന്റും സെക്രട്ടറിയും എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന സിസ്റ്റമല്ല സമസ്തയുടേത്. ഈ രാജ്യത്തിനും സമൂഹത്തിനും ഗുണകരമാകുന്ന പ്രവർത്തനങ്ങൾ എത്രമേൽ ആവശ്യമുണ്ടോ അതാത് സമയത്ത് സമസ്ത ഇടപെടുകയാണ്. ഇവിടെ NRC വിഷയം വന്നപ്പോൾ, CA പ്രശ്നം വന്നപ്പോൾ, ഇപ്പോൾ നമ്മളുടെ വോട്ട് ലിസ്റ്റിലൊക്കെ നമ്മുടെ പേരുകൾ ചേർക്കപ്പെടുന്ന ഇവിടെ SIR പോലെയുള്ള സംഗതികൾ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ജാഥയുടെ നായകൻ തിരുവനന്തപുരത്ത് നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ഫിനി മുത്തുക്കോയ തങ്ങളവർ വളരെ കൃത്യമായി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാമല്ലോ. ബഹുമാനപ്പെട്ട തങ്ങളവർ പറഞ്ഞത്, ഇവിടെ പേരുകൾ ചേർക്കപ്പെടുമ്പോൾ നമ്മൾ ഓരോരും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. നമ്മുടെ പേരുകൾ ആ ലിസ്റ്റിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. എവിടെയെങ്കിലും നമ്മൾ പേര് കൊടുത്ത് അതിന്റെ ഫോം കൃത്യമായി ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അതിൽ വലിയ അനാസ്ഥ ഇവിടുത്തെ ഗവൺമെന്റ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കാണിക്കുമ്പോൾ വേണ്ട വിധത്തിൽ ഇടപെടുമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്ദനായ നായകൻ ഈ ജാഥയുടെ തുടക്കത്തിൽ തിരുവനന്തപുരത്ത് നടന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഞാൻ പറയുന്നത് മതകീയമായ അന്തരീക്ഷം ഉണ്ടാക്കുക മാത്രമല്ല, ആദർശപരമായ മുന്നേറ്റം ഉണ്ടാക്കുക മാത്രമല്ല, അതോടൊപ്പം ഈ രാജ്യത്ത് ഈ ഒരു ബഹുസ്വര രാജ്യത്ത് ഒരു മുസ്ലിം ജീവിക്കുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സകല സപ്പോർട്ടുകളും നൽകി അവർക്ക് നിർഭയത്വം നൽകുന്ന വളരെ ക്രിയാത്മകമായ പ്രവർത്തനമാണ് സമസ്ത നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഈ അടുത്ത കാലം നടന്ന വിവിധങ്ങളായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ. അതുപോലെ നമുക്കറിയാം ഇവിടെ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട് അവരെയൊക്കെ നമ്മുടെ സ്ഥാപനത്തെ ഒഴിവാക്കുന്ന സാഹചര്യം വന്നപ്പോൾ, JJ ആക്ട് വന്നപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കോടതിയെ സമീപിച്ചു എന്ന് മാത്രമല്ല 100 കണക്കിന് വരുന്ന യതീംഖാനകൾ ഇന്ന് വളരെ സുഖമായി പ്രവർത്തിക്കാൻ കേരളത്തിൽ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്ത പ്രസ്ഥാനം അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് എന്ന് അഭിമാനത്തോടു കൂടെ പറയാൻ കഴിയും. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്ക്, നമുക്ക് ഏറ്റവും അഭിമാനമായി കഴിഞ്ഞ 10 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന നമ്മുടെ അഭിമാനമായ സുപ്രഭാതം പത്രം, ആ സുപ്രഭാതം പത്രം അൽഹംദുലില്ലാഹ് നിർവഹിച്ചു കൊണ്ട് ദൗത്യം നമുക്കറിയാമല്ലോ. ലക്ഷക്കണക്കിന് വരുന്ന വരിക്കാര് 7 എഡിഷനോടുകൂടെ ആദ്യമായി കേരളത്തിന്റെ മണ്ണിൽ ആരംഭിച്ച ഏതെങ്കിലും ഒരു മലയാള പത്രമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും പറയേണ്ടി വരും അത് സുപ്രഭാതം മാത്രമാണെന്ന് അഭിമാനത്തോടു കൂടെ പറയേണ്ടി വരും. അൽഹംദുലില്ലാഹ്, ഈയിടെയായി നടന്ന ഒരുപാട് വിഷയത്തിൽ അവിടെ ഭരണപക്ഷത്തുള്ളവരോ പ്രതിപക്ഷത്തുള്ളവരോ എന്ന് മുഖം നോക്കാതെ സുപ്രഭാതം വളരെ കൃത്യമായി അതിന്റെ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഇരുട്ടുള്ള കണ്ണടയോടുകൂടിയല്ല, വെളിച്ചമുള്ള മനസ്സോടുകൂടെ നോക്കിയാൽ ആർക്കും വിലയിരുത്താൻ കഴിയുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിൽ
മനസ്സിലാക്കേണ്ടത് ഈ സുപ്രഭാതം എന്ന പത്രം അതിന്റെ അഭിനന്ദനായ നേതാക്കന്മാർ ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ളവരൊക്കെ നമ്മുടെ വേദിയിലുണ്ട്. പ്രിയമുള്ളവരെ, ആ സുപ്രഭാതം പത്രം ഇവിടെ പറഞ്ഞെടുത്തത് മുതൽ ഇന്ന് വരെ സുപ്രഭാതം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ദൗത്യങ്ങൾ ഉമ്മത്തിന് വേണ്ടി, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി സുപ്രഭാതം അതിൻ്റെതായിട്ടുള്ള താകതയും കൃത്യമായി നിർവഹിക്കുന്നുണ്ട് എന്ന് ഓരോ ദിവസത്തിൽ സുപ്രഭാതം നിഷ്പക്ഷമായി നമ്മൾ വായിക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ സമസ്ത കൊണ്ടുവന്നത് ഇത് നിങ്ങൾ നോക്കൂ, 3-3.5 വയസ്സുള്ള വിദ്യാർത്ഥികളുടെ ഇളം മനസ്സിലേക്ക് ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ സന്നിവേശിപ്പിക്കാനുള്ള അൽബിർ എന്ന സംവിധാനം നമ്മൾ കൊണ്ടുവന്നു. നമ്മുടെ പല നാടുകളിലും ഇവിടുത്തെ വിദഗ്ധർ ഇത്തരത്തിലുള്ള പ്രീ സ്കൂൾ സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇളം മനസ്സുകളിലേക്ക് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിരുദ്ധമായ ആശയങ്ങൾ പഠിപ്പിക്കാൻ സന്നദ്ധരാകുന്ന ചില സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ സമസ്ത ഇടപെട്ടു എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ വിവിധങ്ങളായ സംസ്ഥാനങ്ങൾ, സൗദി അറേബ്യയിൽ, UAE, ബഹ്റൈനിൽ, ഒമാൻ തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായ രാജ്യങ്ങൾ ഇന്ന് അൽബിർ എന്ന് പറയുന്ന സംവിധാനം വളരെ കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ മക്കള് നമ്മളൊക്കെ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലുമാണ് സൂറത്തുൽ ഫാത്തിഹ ഓതാനും കൽപ്പാടമാക്കാനും ഒക്കെ നമ്മളൊക്കെ അവസരം ഉണ്ടായതെങ്കിൽ ഇന്ന് 3.5 വയസ്സ് 4 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ഭാഗങ്ങളിലുള്ള സൂറത്തുകൾ കൃത്യമായി പഠിപ്പിക്കാൻ അൽഹംദുലില്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് ഒരു നഗ്ന സത്യമാണ്. ഇനി നിങ്ങൾ നോക്കൂ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 30 പരം വരുന്ന രാജ്യങ്ങളിൽ അവിടുത്തെ പ്രാദേശികമായ സമയവും സന്ദർഭവും പരിഗണിച്ചുകൊണ്ട് നമ്മുടെ കോഴിക്കോട്ട് സമസ്തയുടെ ഓഫീസിന്റെ ഉള്ളിൽ 24 മണിക്കൂറും ഓൺലൈൻ സംവിധാനത്തിലൂടെ വിവിധങ്ങളായ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക്, ആ നാട്ടിലുള്ളവരാകാം, ഇവിടുന്ന് പോയി അവിടെ താമസമാക്കിയവരാകാം, ദീന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ മകൻ, എന്റെ കുട്ടി, എന്റെ മകള് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ ഭാരവാടങ്ങൾ കൃത്യമായി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? അവർക്ക് നമ്മുടെ കോഴിക്കോട്ട് ഓഫീസിന്റെ ഉള്ളിൽ നിന്ന് കൊച്ചു കേരളത്തിലെ വളരെ ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തിന്റെ ആധികാരിക സംസഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ കൃത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ, നമ്മുടെ UAE തന്നെ ആയിരക്കണക്കിന് വരുന്ന മക്കൾ പഠിക്കുന്ന മദ്രസ സംവിധാനം ഇന്ന് UAE പ്രവർത്തിക്കുന്നുണ്ട്. പലരും നേരിട്ട് കാണാനും അവിടുത്തെ ചടങ്ങുകളുടെ പങ്കാളികളാകാനും സാധിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ മാത്രമല്ല, ഈ സ്റ്റേജിലുള്ള ഒരുപാട് നേതാക്കന്മാർ അതിലൊക്കെ സാന്നിധ്യമരുടേവരാണ്. സമസ്തയുടെ കേന്ദ്ര മുശാവറംഗം ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ബാഖവി ഉസ്താദ് അവർ ഉൾപ്പെടെയുള്ളവർ നേതൃത്വത്തിൽ UAE വളരെ സജീവമായി അൽഹംദുലില്ലാഹ് നമ്മുടെ മദ്രസ പ്രവർത്തിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, കേരളത്തിലെ ഏതെങ്കിലും ഇടങ്ങളിലെ ഏതെങ്കിലും മലയാളികളായ മുസ്ലിമീങ്ങളെ ഇസ്ലാമിന്റെ പാതയിൽ ഉറപ്പിച്ചു നിർത്തുന്ന പ്രവർത്തനം മാത്രമല്ല, ലോകത്തിന്റെ ഏതെല്ലാം ഭാഗത്ത് മലയാളികളായ മുസ്ലിം സാന്നിധ്യമുണ്ടോ, അല്ലെങ്കിൽ അവിടെയുള്ള മുസ്ലിമീങ്ങൾക്ക് വരെ ഇസ്ലാമിനെ പഠിപ്പിക്കുവാൻ ഈ സമസ്ത കേരള ജംഇയ്യത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം വളരെ വലുതാണെന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഈ സമയത്തിന്റെ പരിമിതി കൊണ്ട് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി ഇത്രമേൽ വലിയ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന സമസ്ത ഈ രാജ്യത്ത്, നേരത്തെ അൻവർ മുഹിയുദ്ദീൻ സൂചിപ്പിച്ചു, ഈ രാജ്യത്ത് മതേതരത്വം, മതസൗഹാർദ്ദവും ഇസ്ലാമിന്റെ അന്തസ്സിനും അഭിമാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ മതസൗഹാർദ്ദവും മതേതരത്വം ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സമസ്ത നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്കുകളെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഈ യാത്രയുടെ സ്വീകരണ മഹാസമ്മേളനം നടന്നപ്പോൾ അവിടുത്തെ പ്രമുഖരായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ നേതാവ് അവർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, ഈ സമസ്തയുടെ 90ാം വാർഷിക സമ്മേളനം ആലപ്പുഴയിൽ വെച്ച് നടന്നപ്പോൾ അന്നിവിടെ അവിടെ നിസ്കരിക്കാൻ സൗകര്യമില്ലാത്ത സാഹചര്യം വന്നപ്പോൾ അവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങളുടെ വീട്ടിൽ അന്ന് 90ാം വാർഷികത്തിൽ വന്ന ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. ഇവിടുത്തെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇവിടുത്തെ ബഹുസ്വര നിലനിൽക്കണം, ഇവിടുത്തെ മതേതരത്വം നിലനിൽക്കണം, ഇവിടുത്തെ മതസൗഹാർദ്ദം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും സമസ്തയുടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയങ്ങളെയും ആദർശങ്ങളെയും തകിടം മറിക്കാൻ വേണ്ടി ഇവിടുത്തെ ബഹുസ്വരതയെ
നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലത്ത് ഇവിടുത്തെ വിദഗ്ധക്കാർ നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മളെപ്പോഴും പറയാറുണ്ട്, കേരളത്തിലെ സമുന്നതനായ ഒരു വിദഗ്ധ സംഘടനയുടെ ഉന്നതനായ നേതാവ് അദ്ദേഹം നടത്തിയ പ്രഭാഷണമുണ്ടല്ലോ, നിങ്ങളെ വീടടച്ചുകൊണ്ട് ഒരു മുസ്ലിം എവിടേക്കെങ്കിലും വിരുന്നു പോവുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിന്റെ താക്കോല് നിങ്ങളുടെ തൊട്ടടുത്ത അയൽവാസി ഒരു കാഫിറായ ഹൈന്ദവനായ സഹോദരനാണെങ്കിൽ അവരെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇവിടുത്തെ മുജാഹിദിന്റെ സമുന്നതനായ ഒരു പ്രഭാഷകനാണ്. ഇങ്ങനെ വിദ്വേഷമുണ്ടാക്കുന്ന, സമുദായത്തിന് ശ്രദ്ധയുണ്ടാക്കുന്ന, പ്രയാസങ്ങൾ ശ്രദ്ധിക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന അജയ്യമായ പ്രസ്ഥാനം ഇവിടെ ഇസ്സത്തോടുകൂടെ, അജയ്യതയോടുകൂടെ, ശക്തിയോടുകൂടെ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. അതിന്റെ ഉമറാക്കളും ഉലമാക്കളും സയ്യിദന്മാരും നമ്മുടെ പോലെയുള്ള സാധാരണക്കാരായ പ്രവർത്തകന്മാരും ഒക്കെ ഒരു മനസ്സായി പ്രവർത്തിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത് ഇസ്ലാമിന്റെ യഥാർത്ഥമായ മുഖമാണ്. അത് നഷ്ടപ്പെടുമ്പോൾ ഇസ്ലാം ഇവിടെ നഷ്ടപ്പെടുകയാണെന്ന് തിരിച്ചറിഞ്ഞ് ഇസ്ലാമിന്റെ ഇസ്സത്ത് നമ്മുടെ രാജ്യത്തെ, ലോകത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ സമസ്തയെ ശക്തിപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നിർവഹിക്കണം. സർവശക്തനായ റബ്ബ് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെ കാസർഗോഡ് കുനിയയിൽ ഒരു മഹാസമ്മേളനം സമസ്ത നടത്തുകയാണ്. നമ്മുടെയൊക്കെ ദൗത്യം എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളിലും നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലും സമസ്തയുടെ കാസർഗോഡ് സമ്മേളനത്തിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള സജ്ജീകരണ പ്രവർത്തനങ്ങൾ, എവിടെയെങ്കിലും നമ്മുടെ പ്രവർത്തനത്തിന്റെ പ്രബോധനം ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടില്ലെങ്കിൽ അത് എത്താനുള്ള അവിശ്രമ പരിശ്രമങ്ങൾ നടത്തി നിതാന്ത ജാഗ്രതയോടുകൂടെ എണ്ണയിട്ട യന്ത്രം പോലെ എണ്ണപ്പെട്ട ദിവസങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് പ്രൗഢമായ ഈ സ്വീകരണ സമ്മേളനം ഒരുക്കിയ ഇതിന്റെ സംഘാടകരോട് കൃതജ്ഞത മനസ്സിന്റെ ഉള്ളിൽ രേഖപ്പെടുത്തി അല്ലാഹു തആല ഇതൊരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് വആഖിറു ദഅവതി അൽഹംദുലില്ലാഹ് വസിക്കും ബിദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.